ഗേസ് നമ്മളിന്ന് കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കടല കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രി കുതിർത്ത് ഇട്ടതാണ്. 3 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, കടുക് വറുക്കാനുള്ള കടുക്, മഞ്ഞൾപ്പൊടി, എണ്ണ. അപ്പോൾ നമുക്ക് കുക്കറിലോട്ട് കടല വയ്ക്കാം. കുക്കർ എടുത്തിട്ടുണ്ട്. കടല അതിലോട്ട് ഇട്ട് കൊടുത്തു. കുറച്ച് ഉപ്പ്, വെള്ളം പാകത്തിന് ഒഴിച്ച് ഇതിനെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതിലോട്ട് ഗരം മസാലപ്പൊടി ഒരു 2 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. കടലയിൽ ചേർക്കാനുള്ള കൂട്ട് നമുക്ക് തയ്യാറാക്കാം. ഇത് ഗരം മസാല, മുളക് പൊടി 1 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി. ഇതിനെ വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കടലക്കറിക്ക് നമ്മൾ കടുക് വറുക്കുകയാണ്. വേവിച്ച് വെച്ചിരിക്കുന്ന കടല വെന്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് കടല എടുത്ത് അരച്ച് ഞാൻ വെച്ചിട്ടുണ്ട്, അരപ്പാക്കിയിട്ടുണ്ട്. കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്കിനി ഇത് അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്തു. ഈ രീതിക്ക് ചെയ്തെടുത്താൽ വളരെ ടേസ്റ്റാണ്. പൊടിയൊക്കെ അതിലിടുന്നതിനേക്കാളും ഇതേപോലെ അരച്ചെടുക്കുന്നതാണ് ടേസ്റ്റ്. ഇതിലോട്ടിനി നമുക്ക് കുറച്ച് കടലയെടുത്ത് ഞാൻ മിക്സിയിൽ വെച്ച് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ കടലയുടെ ഞാൻ വേവിക്കാൻ വെച്ചതിൻ്റെ 1/4 ഭാഗത്തോളം എടുത്ത് 4/1 എടുത്ത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കടലക്കറിക്ക് നല്ല കട്ടി കിട്ടും, ടേസ്റ്റും കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കടലക്കറിയുടെ തിക്നെസ് കണ്ടായിരുന്നോ? നല്ല കട്ടിക്ക് കിട്ടും. ഇത് വളരെ ടേസ്റ്റാണ്. ഈ രീതിക്കൊന്ന് വെച്ച് നോക്കണം. മല്ലിയിലയോ പുതിനയിലയോ രമ്പയിലയോ എന്ത് വേണമെങ്കിലും ഇതിൽ ചേർക്കാം. കടലക്കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് കറിവേപ്പില അവസാനം ഇടുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇതുപോലെ അവസാനമായിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് എടുക്കുക.
നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി നാളെ കാണാം. ബൈ ബൈ.